ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് നമ്മൾക്ക് പ്ലാസ്റ്റിക് പാത്രങ്ങളും വീട്ടിലുള്ള പാത്രമൊക്കെ വൃത്തിയാക്കുന്നത് എന്നും നമ്മൾ യൂട്യൂബിലൊക്കെ ഓരോ ടിപ്സുകൾ ഇങ്ങനെ കാണുമല്ലോ. അപ്പോൾ ഇത് നമ്മളെ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. നാരങ്ങ ഇട്ട് തിളപ്പിക്കുകയൊന്നും ചെയ്യാതെ തലേ ദിവസം നാരങ്ങ ഞാൻ ഉപ്പിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അതിനൊരു കഷ്ണം എടുത്തിട്ട് അതിൽ കുറച്ച് വിനാഗിരി കുറച്ച് അപ്പസോഡ ഇട്ടിട്ട് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഒരു ഡപ്പി നന്നായിട്ട് വെളുത്ത് കണ്ടപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. എൻ്റെ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പം അങ്ങനെ ഞാൻ വെള്ളത്തിൽ തിളപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ എടുത്തുക്കുകയാണ്. അപ്പസോഡയും വിനാഗിരി ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഒരു നാരങ്ങൻ്റെ പകുതി മുറിയിട്ടാട്ടോ എടുത്തത്. അതിൽ നീരൊന്നുമില്ല, വെറും നാരങ്ങയുടെ തൊലി മാത്രമാണ്. അപ്പം നിങ്ങളെടുക്കുമ്പോൾ നാരങ്ങയുടെ മുറി അങ്ങനെ എടുത്തിട്ടൊന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ച് നോക്കിയാണല്ലോ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ രണ്ടെണ്ണം ഞാൻ വൃത്തിയാക്കി. അപ്പോൾ ബാക്കി ഒന്നും കൂടി ഉള്ളതും കൂടി ഞാനൊന്ന് വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ വേറെ സ്ക്രബ്ബറോ ചണ്ടിയോ ഒന്നും ഇട്ടിട്ട് ഞാൻ കഴുകണില്ല കേട്ടോ, വെറും ആ നാരങ്ങൻ്റെ തൊലി. പക്ഷെ അത് കൈ വെച്ച് ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ അലർജി ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു വല്ല ഗ്ലൗസോ അല്ലെങ്കിൽ കവർ എന്തെങ്കിലും പിടിച്ചിട്ടൊക്കെ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പല്ല് തേക്കണ ബ്രഷൊക്കെ ആണെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. പക്ഷെ സിമ്പിളായിട്ട് നമ്മൾക്കിത് റെഡിയായി കിട്ടി. ഞാനിത് അധികം ഉപയോഗിക്കുന്ന പാത്രമൊന്നുമല്ല. ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും കൂടുതലായിട്ട് ഞാൻ വാങ്ങലും ഇല്ല കേട്ടോ. കാരണം നമുക്ക് അടുക്കളയിൽ കരിയൊക്കെ പിടിക്കണ ഒരു സാഹചര്യമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ പുതിയ പാത്രം മാതിരി ആയില്ലേ. അപ്പോൾ അതുപോലെ ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാനിത് ഇത് കഴുകിയെടുത്ത വെള്ളം ഉണ്ടല്ലോ, ആ കഴുകിയെടുത്ത വെള്ളം ഞാൻ കളഞ്ഞില്ല കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇനി വേറെ വൃത്തിയാക്കാനുള്ളതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി. പിന്നെ നമ്മളെ അടുക്കളൻ്റെ കോലം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുണ്ടോ, നമ്മളെ കബോർഡൊക്കെയാണിത് പുക പിടിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നല്ല പാത്രങ്ങളൊന്നും ഞാൻ വാങ്ങി വെക്കലില്ല. ഇങ്ങനെ എന്തെങ്കിലും പാത്രത്തിലൊക്കെ ഇട്ട് വെക്കലാണ് കേട്ടോ. നല്ലത് വാങ്ങി വെച്ചിട്ട് കാര്യമില്ല, കാരണം ഒക്കെ പുക പിടിച്ചിട്ട് നാശമാകും. അപ്പോൾ അത് കാരണമാണ് വാങ്ങാത്തത്. പിന്നെ നമ്മൾ മൺചട്ടികളൊക്കെ കണ്ടോ, അത് പിന്നെ കറുത്താലും അറിയില്ലല്ലോ, അതങ്ങനെ ഇരുന്നോളും. ഒക്കെ ഇപ്പോൾ കഴുകി വെച്ചതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടിയൊക്കെ കണ്ടില്ലേ. പിന്നെ ഞാൻ ബാക്കി വെള്ളം ഒരു ചട്ടിയിൽ ഞാൻ അടുപ്പത്തേക്ക് ഒഴിച്ചു കൊടുത്തിക്കുകയാണ്. വലിയൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരിയും അപ്പസോഡയും പിന്നെ സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നമ്മളിതൊക്കെ കഴുകി എടുത്ത് വെച്ചതാണ് കേട്ടോ. നേരെ കഴുകി വെച്ചതാണ് എൻ്റെ മകള്. അപ്പോൾ അതിൻ്റെ കോലാണ് ഇപ്പോൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ 10-15 കൊല്ലമായതാണ് ഗ്യാസ് വാങ്ങിയിട്ട്. നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് തൽക്കാലം ഇങ്ങനെ കഴുകി അങ്ങനെ വെക്കല്ലാതെ വെളുപ്പിച്ചെടുക്കലൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ അതൊന്ന് വെളുത്ത് കിട്ടുമോ എന്ന് നോക്കിയിട്ടോ. അപ്പോൾ അങ്ങനെ ഒരു നാരങ്ങൻ്റെ തൊലിയും കൂടി ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലവണ്ണം തിളപ്പിച്ചെടുത്തു. അപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കുമ്പോൾ പാത്രം തന്നെ വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ചട്ടി തന്നെ ശരിക്കും ഉള്ളൊന്ന് വെളുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ കഴുകിയെടുക്കണം കേട്ടോ. ഇത് ചൂടോടെ ഇതിൻ്റെ പുറത്ത് വെള്ളം ഒഴിച്ചാതെ നമ്മൾ എന്തെങ്കിലും ചണ്ടി ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഒന്ന് തേച്ച് കഴുകി കൊടുക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു കമ്പിച്ചൈരി ഉള്ളതാട്ടോ, അതൊരു പഴയതാണ്, വലിയ ഇതൊന്നുമില്ല. എന്നാലും അത് വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ കുറച്ച് സോപ്പ് ഇട്ടിട്ട് ഒന്നിങ്ങനെ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകണമുണ്ട്. അത് കുറേ നേരം ഒരുതേണ്ട ആവശ്യമൊന്നുമില്ല, മെല്ലെ ഒരുതുമ്പോൾ തന്നെ അതൊക്കെ പോയി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ കയ്യുമ്മേ കറുപ്പുകളൊക്കെ കാണുന്നതാകുമ്പോൾ വരുന്ന ഓരോരോ അഴുക്കുകളാണ് കേട്ടോ. പിന്നെ ഈ വട്ട് ഞാൻ വെറുതെ അതിൽക്കൊന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ. തീരെ നിറമില്ലാത്തൊരു സാധനമായിരുന്നു ഇത്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുക്കറിലൊക്കെ വെക്കുന്നതായിരുന്നു. അപ്പോൾ അത് നല്ല പുത്തനായി കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടിടത്തോളം യൂട്യൂബിൽ നിന്ന് പഠിച്ചതിൽ ഒരു ഉപകാരമുള്ള ടിപ്പായിട്ട് ഇപ്പോൾ ഇതാണ് തോന്നിയത്. ഞാൻ ആദ്യം ഇട്ട് തിളപ്പിച്ചിട്ടില്ല, അത് ഞാൻ നമ്മളെ രീതിയിൽ ചെയ്തു. പിന്നെ അവർ ചെയ്യണ പോലെ ഞാനൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ച് നോക്കിയിട്ട് അതിലാണ് ഇപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തത്, ആ വെള്ളം കളയണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാനിതൊക്കെ മുഴുവൻ കഴുകിയിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറേയൊക്കെ പോകണുണ്ട്, കുറച്ചൊന്നും പോകണില്ല, എന്നാലും കറുപ്പത് അതുപോലെ ഉണ്ടാകുന്ന സാധനമാണ് ഇപ്പോൾ അങ്ങനെ ആക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
പിന്നെ ഞാനതിലത്തെ ബാക്കി വെള്ളം വെറുതെ വീണ്ടും കളഞ്ഞില്ല കേട്ടോ. ആവോളം ഞാനത് ഉപയോഗിച്ചാൽ തന്നെ നോക്കി. എൻ്റെ കുക്കർ അടുപ്പിൽ വെക്കണ കുക്കറായിരുന്നു. അപ്പോൾ ആ കുക്കറും ഒന്ന് ഇട്ടിട്ട് തിളപ്പിച്ചാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പുറമൊക്കെ കുറച്ച് വെളുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അടി നല്ല കട്ടിക്ക് കരിയാണ് കേട്ടോ. അത് തേച്ച് കഴുകിയാലും പോകില്ല. അപ്പോൾ ഞാൻ ഗ്യാസിൽ വെക്കലില്ല, ഗ്യാസ് കൂടുതൽ ചിലവാകൂലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്തു ഞാൻ. അപ്പോൾ നമ്മളെ ഗ്യാസ് അടുപ്പിൻ്റെ സംഭവങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും പോയിട്ടില്ലെങ്കിലും ഞാൻ അത്രയും പ്രതീക്ഷിച്ചതല്ല. നല്ല ഉറപ്പ് കൊടുക്കാനൊക്കെ കഴുകുകയാണെങ്കിൽ ആ കറുപ്പൊക്കെ പോരും. പക്ഷേ എൻ്റെ കൈയും കൊണ്ട് അത്രയും കുറച്ച് കഴുകാനും, പിന്നെ എൻ്റെ പഴയ ചകിരിയാണ്, പുതിയ കമ്പിച്ചകിരിയൊക്കെ ആണെങ്കിൽ ശരിയാകും. നോമ്പ് നോറ്റിട്ട് പറയണോണ്ട് അറിയില്ല കേട്ടോ. എനിക്ക് വർത്താനം പറഞ്ഞിട്ട് ശരിക്ക് തിരിയണമൊന്നുമില്ല. വെള്ളമൊക്കെ വറ്റിയിരിക്കുകയല്ലേ. അപ്പോൾ നോമ്പിന് എന്തെങ്കിലും ഒരു വീഡിയോ ഇടണമെന്ന് വെച്ചാൽ നോമ്പിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് ഇട്ടത്. അപ്പം ഇന്ന് നമുക്ക് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം ഒഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇന്നലെയും 2 ദിവസം ഇപ്പോൾ പത്തിരി തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വട്ട് കണ്ടില്ലേ, പുത്തം പോലെ ഉണ്ട് കേട്ടോ. എത്ര കാലം, 25 കൊല്ലം പഴക്കമുള്ള വട്ടാണത്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ കുക്കറും കൂടി ഒന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതെപ്പോഴും അടുപ്പിൽ വെക്കുന്നത് കൊണ്ട് ഞാനത് വല്ലാണ്ട് ഉള്ളു മാത്രം കഴുകിയെടുക്കും. പുറം വെറുതെ ഒന്ന് കഴുകിയെടുക്കുക, അല്ലാതെ ശരിക്ക് കഴുകൂല. കാരണം ഇതിൽ നമുക്ക് വലിയ ഉപകാരങ്ങളൊക്കെ നടക്കുന്നതാണ്. ഗ്യാസിൽ വെക്കാത്തത് ഇതിൻ്റെ അടിയിൽ കരിയുള്ള കാരണം ഒരുപാട് ഗ്യാസും പോകും. പിന്നെ അതുമല്ല, ഇത്രയും 10 ലിറ്ററിൻ്റെ കുക്കറല്ലേ. അപ്പോൾ അടുപ്പത്താകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാകും. കൂടുതൽ ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അടി കണ്ടില്ല, ഒട്ടും കരിയില്ല. എന്നിട്ടും കുറച്ച് അവിടെ പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ടിപ്പ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. കണ്ട കരി ഇങ്ങനെ ഒലിച്ച് വരുന്നുണ്ട് നമ്മൾ തേക്കുമ്പോൾ തന്നെ. അപ്പോൾ അത് ശരിക്കും കഴുകിയ ഒന്നും കൂടി പോരെന്ന് വെച്ച് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനതൊക്കെ തിളപ്പിച്ച വെള്ളത്തിൽ വേണം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇട്ട് നോക്കിയത്. എന്നിട്ട് അതും റെഡിയായി കിട്ടിയിട്ടോ. അപ്പോൾ യൂട്യൂബിൽ കാണുന്നതും എല്ലാതും നമ്മൾ വെറുതെ ആകണമെന്നില്ല, ചിലതൊക്കെ നമുക്ക് ഉപകാരമാകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചാണ്. ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. ഇൻഷാ അല്ലാഹ് ഇനി നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതാണ്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കുക്കറിൻ്റെ ഉള്ളൊക്കെ കണ്ടോ? അതൊന്നും ശരിക്കും ഞാൻ തിളപ്പിച്ചിട്ടില്ല കേട്ടോ. തിളപ്പിച്ചാൽ ഒന്നും കൂടി വൃത്തിയായിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.